Hello all, welcome to another session of MySQL. In this video we are going to discuss Introduction to MySQL, SQL that is Structured Query Language, Data Definition Language, Data Manipulation Language, Transaction Control Language and Data Control Language. Then MySQL is one of the popular open source relational database management system. MySQL എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയതുമായ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ MySQL ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാം, അതിൽ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ്. ആ ഒരു പ്രോഗ്രാമിങ്ങിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് MySQL പ്രോഗ്രാം ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു നോ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് SQL, ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ MySQL കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. Okay, that is SQL, Structured Query Language, is a language which is used to interact with a database management system. Then SQL is used to perform all types of data operations in DBMS. അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കുറേ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഡാറ്റ മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ മാനേജ് ചെയ്യാനുള്ളത്, അതായത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡാറ്റ റിട്രീവ് ചെയ്യുക, അതായത് നമ്മൾ റെക്കോർഡ്സൊക്കെ നമ്മൾ ടേബിളിൽ റെക്കോർഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, ആ റെക്കോർഡ്സ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അത് റിട്രീവ് ചെയ്യണം. ഇനി എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യണം. അങ്ങനെ എല്ലാ ഓപ്പറേഷൻസും, ഒരു DBMSമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, അല്ലേ? ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ലാംഗ്വേജാണ്, ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതുന്ന ലാംഗ്വേജാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് നമ്മളെ ഡാറ്റാബേസുമായി ഇൻട്രാക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് TCL, ദെൻ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്വറി ലാംഗ്വേജ് ആണ് നമുക്ക് ഉള്ളത്. അടുത്തതായി ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL. DDL commands are used for creation of database, table, altering the table, deleting a table, etc. DDL commands നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ബേസിക് ഫസ്റ്റ് തിങ് ഡാറ്റാബേസ് ആണ്. പിന്നീട് നമ്മൾ അതിലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ നമ്മൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് creation of database, then creation of table, then altering table. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നീട് എന്തെങ്കിലും ഒരു കോളം ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ആൾട്ടറിങ് ടേബിൾ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഡിലീറ്റിംഗ് ടേബിൾ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ടേബിൾസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടേബിൾ ക്രിയേഷൻ, ഡാറ്റാബേസ് ക്രിയേഷൻ, എഡിറ്റിംഗ് ദ ടേബിൾ, ദെൻ ഡിലീറ്റിംഗ് ദ ടേബിൾ, ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒന്നും കൂടെ ക്രിയേറ്റ്. അത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ നമ്മൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾസ് കണ്ടോ, to create a table or database, then alter for alteration, then truncate means delete data from a table, then drop to drop a table, rename
ടു റീനെയിം എ ടേബിൾ. ആ ഒരു കമാൻഡിൽ തന്നെ അതെന്താ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആൾട്ടർ, ദെൻ ട്രങ്കേറ്റ്, ഡ്രോപ്പ്, റീനെയിം. ഇതൊക്കെയാണ് DDL കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു കമാൻഡ്സുമായിട്ട് കൂടുതൽ പരിചയപ്പെടും. നെക്സ്റ്റ് is Data Manipulation Language, DML. DML commands are used for manipulating the data stored in the table. ഇനി നമ്മൾ ഓൾറെഡി ഡേറ്റാബേസും ടേബിൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ അല്ലെങ്കിൽ ആ ടേബിളുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് എക്സാമ്പിൾ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, മെർജ്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ്സ്. ഇൻസേർട്ട്, ടു ഇൻസേർട്ട് എ ന്യൂ റോ മീൻസ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേബിളിലേക്ക് പുതിയ ഒരു റോ, നമ്മൾ റോ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റോ മീൻസ് റെക്കോർഡ്. ഒരു റെക്കോർഡ് പുതിയതായിട്ട് റെക്കോർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യാം. ദെൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഒരു എക്സിസ്റ്റിംഗ് റോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സിസ്റ്റിംഗ് റെക്കോർഡ് മീൻസ് ഇപ്പം നിങ്ങൾ ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ലേറ്റർ ദർ ഈസ് എ ചേഞ്ച് ഇൻ അഡ്രസ്സിൽ ഒരു ചേഞ്ച് വരുന്നു എന്ന് വിചാരിക്കുക. സോ വി വോണ്ട് ടു ചേഞ്ച് ദാറ്റ് അഡ്രസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലേ. നേരത്തെ പഴയ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാകുക. സോ പുതിയ അഡ്രസ്സിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. ദെൻ ഡിലീറ്റ്. ഈ അപ്ഡേറ്റ് കമാൻഡ് നിങ്ങൾക്ക് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ആൾട്ടർ എന്ന കമാൻഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ആൾട്ടറും അപ്ഡേറ്റും എന്താണ് വ്യത്യാസമെന്ന്. ആൾട്ടർ എന്നിട്ടുള്ള കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ടേബിളിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി, ടേബിളിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ആൾട്ടർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മളിവിടെ അപ്ഡേറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ടേബിളിലുള്ള റെക്കോർഡിനുള്ളിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ആൾട്ടർ എന്ന് പറയുന്നത് ടേബിൾ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്താൻ, അതെങ്കിൽ ഒരു എക്സ്ട്രാ കോളംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങളുടെ ഒരു ടേബിളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു 4 കോളം, ഓക്കെ 4 കോളം മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ നിങ്ങൾക്കൊരു 5ാമത്തെ കോളം, എന്തെങ്കിലും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ 5ാമത്തെ കോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കമാൻഡായിരിക്കും യൂസ് ചെയ്യുക? ടേബിളിൽ ചേഞ്ചസ് വരുത്താൻ, ടേബിളിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൾട്ടർ എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അപ്ഡേറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ആ ടേബിളിലുള്ള ഡാറ്റ അല്ലെങ്കിൽ ഒരു റെക്കോർഡിൽ ചേഞ്ചസ് വരുത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ റെക്കോർഡിൽ പോയി ചേഞ്ച് ചെയ്താൽ മതി. ഹോൾ ടേബിൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് കമാൻഡ്. ദെൻ ഡിലീറ്റ് എന്തിനാ? നമ്മൾ ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാമ്പിൾ സ്റ്റുഡൻറ്റിൻ്റെ കേസാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ കോളേജിൽ നിന്ന് മാറിപ്പോയെങ്കിൽ വി വോണ്ട് ടു ചേഞ്ച് വി വോണ്ട് ടു ഡിലീറ്റ് ഹിസ് ഇൻഫർമേഷൻ വേണ്ടേ? ഒരു കുട്ടി നമ്മളെ കോളേജിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നമ്മളെ കോളേജിൽ ആവശ്യമില്ല. അവർ TC വാങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ആ കുട്ടിയുടെ ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്യാം. അതായത് പർട്ടിക്കുലർ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ merging 2 rows or 2 tables. 2 റോസ് 2 റെക്കോർഡ്സ് merge ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 ടേബിൾസ് merge ചെയ്യാൻ തന്നെ കമ്പൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് merge എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലും ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലും വരുന്ന കമാൻഡ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഡേറ്റാബേസിലും ടേബിൾസിൻ്റെയും സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈപ്പ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റെക്കോർഡ്സ്
അല്ലേ? ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ റെക്കോർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുക, റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുക, ദെൻ റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യുക, റെക്കോർഡ് മെർജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. Okay, next one is transaction control language. These commands are used to manage transactions in the database. These are used to manage the changes made to the database data in a table by DML statements. അതായത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ടൈപ്പ് ലാംഗ്വേജ് കൂടെ ഉണ്ട്. ലൈക്ക് കമാൻഡ്സ്, ഈ ഒരു ട്രാൻസാക്ഷൻ കമാൻഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ദീസ് കമാൻഡ്സ് ആർ യൂസ് ടു മാനേജ് ദി ട്രാൻസാക്ഷൻസ് ഇൻ എ ഡാറ്റാബേസ്. നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യും. ഓക്കെ, അതായത് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യും. ആ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാനും, പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത ഓപ്പറേഷൻസ് ഒക്കെ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് കമാൻഡ്സ് ആർ യൂസ് ടു മാനേജ് ദി ട്രാൻസാക്ഷൻസ് ഇൻ ദി ഡാറ്റാബേസ്. ദീസ് ആർ യൂസ് ടു മാനേജ് ദി ചേഞ്ചസ് മെയ്ഡ് ടു ദി ഡേറ്റ ഇൻ എ ടേബിൾ ബൈ DML കമാൻഡ്സ്. അപ്പോൾ നമ്മൾ DML കമാൻഡ്സ് എന്താണെന്ന് പറഞ്ഞു. DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ചെയ്ത ഓപ്പറേഷൻസ് പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ചെയ്തു പോയ ഓപ്പറേഷൻസ് അൺഡു ചെയ്യുക, അതുപോലെ ഒരു ടെമ്പററി സേവിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ആ കമാൻഡ്സ് ആണ് കമ്മിറ്റ് ടു പെർമനൻ്റ്ലി സേവ്, ദെൻ റോൾ ബാക്ക് ടു അൺഡു ചേഞ്ച്, ദെൻ സേവ് പോയിന്റ് ടു സേവ് ടെമ്പററിലി. Next is data control language. Data control language are the commands to grant and take back authority from any database user. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കറിയാം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ യൂസർക്കും ഒരേപോലുള്ള പെർമിഷൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്റ്റേണൽ യൂസർ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിലെ ഡേറ്റ കാണാൻ വേണ്ടി മാത്രമുള്ള പെർമിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലേ? അല്ലാതെ എല്ലാവർക്കും നമ്മളെ ഡാറ്റാബേസിൽ കയറി ചേഞ്ച് വരുത്താനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് കൊണ്ട് ഉള്ള യൂസ് ചെയ്തിട്ട് കമാൻഡ്സ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ആർക്കൊക്കെ ഏത് ടൈപ്പ് പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നത് ഈ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഗ്രാൻറ്റ്. അതിൽ വരുന്ന ഒരു കമാൻഡാണ് ഗ്രാൻറ്റ് പെർമിഷൻ ഓഫ് റൈറ്റ്. ചെയ്യാനുള്ള, അതായത് എന്തെങ്കിലും ഇപ്പോൾ ഡാറ്റ അതിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ആ ഡേറ്റയിൽ ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ആർക്ക് മാത്രമേ ഉണ്ടായിരിക്കും? ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ ആ ഒരു പെർമിഷൻ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എക്സ്റ്റേണൽ യൂസേഴ്സിനൊക്കെ നമ്മൾ ഡാറ്റാബേസിൽ കയറിയിട്ട് ചേഞ്ച് വരുത്താനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി റിവോക്ക് എന്ന് പറയുന്ന കമാൻഡ്, ടേക്ക് ബാക്ക് പെർമിഷൻ. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത പെർമിഷൻസ് തിരിച്ചെടുക്കുന്നതാണ് റിവോക്ക് എന്ന് പറയുന്ന കമാൻഡ്. ഇനി ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള SQL കമാൻഡ്സ്, ടൈപ്പ് ഓഫ് SQL കമാൻഡ്സ് ഒരു ടേബിളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് DDL കമാൻഡ്സ് കാണാം, DML, ദെൻ DCL, ദെൻ TCL. ഈ കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഈ ഓരോ കമാൻഡ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി MySQL ഡേറ്റ ടൈപ്സ്. എന്താണ് ഒരു ഡാറ്റ ടൈപ്പ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ്, ദെൻ വേരിയബിൾ നെയിം. ഓക്കെ, ആ വേരിയബിൾ നെയിം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റേൻ്റെ ടൈപ്പ്. ഓക്കെ, എക്സാമ്പിൾ ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റ് എ എന്ന് പറഞ്ഞാണെങ്കിൽ ആ വേരിയബിൾ നെയിം എ ആയിരിക്കും. അപ്പോൾ ആ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡേറ്റ എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും. നമുക്ക് എ എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇൻറ്റിജർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ. In MySQL, there are three main data types: string, numeric and date and time. ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡാറ്റ ടൈപ്പാണ് സ്ട്രിങ്, ന്യൂമറിക് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം. ഇങ്ങനെ 3 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കുറേ അല്ലാതെയും ഡാറ്റ ടൈപ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3 ഡാറ്റ ടൈപ്പ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദെൻ സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. സ്ട്രിങ് ഡാറ്റ ടൈപ്പ് എന്തിനാണെന്ന് നോക്കാം. നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളെ പേര്, അഡ്രസ്സ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നതാണ്. ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റയാണ് ഏത് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്? സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, സ്ട്രിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ പേരോ അഡ്രസ്സോ ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഏത്? ക്യാർ. ക്യാർ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സി പറഞ്ഞ ലാംഗ്വേജിൽ നമ്മൾ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാർ സൈസ്, എ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്യാർ വിത്തിൻ ബ്രാക്കറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും സൈസ്. ആ ഒരു ക്യാരക്ടറിന് നമ്മൾ എത്ര സൈസാണോ മെമ്മറിയിൽ അലോട്ട് ചെയ്യാൻ പോകുന്നത് അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ക്യാർ സൈസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നെയിം ക്യാർ ഓഫ് 100. ഓക്കെ, നെയിം ക്യാർ ഓഫ് 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 100 ബൈറ്റ്സ് ലൊക്കേഷൻ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും ഫോർ സ്റ്റോറിങ് എ നെയിം. ഓക്കെ, ഒരു നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 ബൈറ്റ്സ് ലൊക്കേഷൻ നമുക്ക് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വാർക്യാർ. വാർക്യാർ എന്ന് പറയുന്നത് വാർക്യാർ വിത്തിൻ ബ്രാക്കറ്റ് സൈസ്. അഗെയിൻ ദ സെയിം തിങ് ബട്ട് ഓൺലി വൺ ഡിഫറൻസ് ഇസ് ദർ. സോ ഹിയർ ഇറ്റ് ഈസ് ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്. ദെൻ ഹിയർ ഇറ്റ് ഈസ് വേരിയബിൾ, ദാറ്റ് ഇസ് വാർക്യാർ വേരിയബിൾ ലെങ്ത് സ്ട്രിങ്. Again it contains letters, numbers and special characters. Okay, അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വന്നു അല്ലേ, എങ്ങനെ നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സംശയം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ക്യാർ ആയിട്ട് സേവ് ചെയ്ത്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു യൂസർ നെയിം ശരിക്കും എന്താ? യൂസർ നെയിം എന്ന് പറയുന്നതിൽ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ യൂസർ നെയിമിൽ നമ്മൾ കൊടുക്കുമ്പോൾ. അപ്പോൾ അതിൽ ആ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജറായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അഗെയിൻ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് സ്ട്രിങ്. ബിക്കോസ് നമ്മൾ സ്ട്രിങ് എങ്ങനെ സ്പെസിഫൈ ചെയ്യുക? ഡബിൾ കോട്ട്സിലായിരിക്കും നമ്മൾ സ്ട്രിങ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ലെറ്റേഴ്സും അതിലുള്ള നമ്പേഴ്സ് ഒരിക്കലും ഒരു ഇൻറ്റിജർ അല്ല. അത് കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ട് തന്നെയായിരിക്കും, ക്യാരക്ടറായിട്ട് തന്നെ ആയിരിക്കും അതിലുള്ള നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ് എന്തായാലും സ്ട്രിങ്ങിൽ വരും നമുക്കറിയാം. ദെൻ നമ്പേഴ്സ് ഇപ്പം എങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ എഗെയിൻ അതിൻ്റെ എങ്ങനെ ഒരു വേരിയബിൾ നെയിമിൽ ഒരു ടേബിളിൽ നമ്മൾ ഒരു നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് നെയിം വാർക്യാർ ഓഫ് 100 അല്ലേ. ഇവിടെ നമ്മൾ നെയിം ക്യാർ ഓഫ് 100, ദെൻ അഗെയിൻ നെയിം വാർക്യാർ ഓഫ് 100. ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ളത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം നമ്മളിവിടെ പറഞ്ഞു. എ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ് ആണ്, വാർക്യാർ എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് സ്ട്രിങ് ആണ്. ഇനി അതെന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഇത് ക്യാർ യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 100 ബൈറ്റ്സ് ലൊക്കേഷൻ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. ഇനി സപ്പോസ് നിങ്ങളുടെ നെയിമിൽ 100 ബൈറ്റ്സ് വേണ്ട, നമ്മൾ അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു പേര് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. സപ്പോസ് അതിനൊരു 50 ബൈറ്റ്സ് മതി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന പേരിൽ ഒരു 50 ബൈറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ
വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ അതിന് 100 ബൈറ്റ് ലൊക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി ആ ഒരു സ്പേസ് ബാക്കിയുള്ള 50 ബൈറ്റ്സ് ബ്ലാങ്ക് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വേരിയബിളിനെയും ക്യാർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻസ് മുഴുവൻ ആ ഒരു വേരിയബിളിന് വേണ്ടിയിട്ട്, വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഉപയോഗിക്കുക. അത് നമുക്ക്, അതായത് വേരിയബിളിൻ്റെ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ചൊന്നും നമുക്ക് ആ ഒരു ലൊക്കേഷൻസ് വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് വാർക്യാർ ഓഫ് സൈസ് 100 നോക്കാം. അപ്പോൾ ഇറ്റ്സ് എ വേരിയബിൾ ലെങ്ത്. അപ്പോൾ നമ്മളിപ്പോൾ അഗെയിൻ 100 ബൈറ്റ് ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചു. പക്ഷേ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു നെയിം 50 ഉള്ളെങ്കിൽ നമുക്ക് റിമൈനിങ് 50 ഫ്രീ ആയി കിടക്കുകയാണ്. അത് നമുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ക്യാറിൽ അത് അങ്ങനെ വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അത് ശരിക്കും എന്താണ്, ക്യാറായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി വേസ്റ്റേജ് ആണ് അവിടെ വരുന്നത്. അതേസമയം നമ്മൾ നെയിമിനെ വാർക്യാറായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മെമ്മറി എന്ത് ചെയ്യാം, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് ക്യാറും വാർക്യാറും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ന്യൂമറിക് ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻറ്റിജർ എന്തിനാ, ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റിജർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. യൂസ് ടു സ്റ്റോർ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ദ ടോട്ടൽ നമ്പർ ഓഫ്, ഇതിൽ നമുക്ക് കാണാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്തിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൈസ്, ഇതുപോലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്. അപ്പോൾ ഒരു പ്രൈസ് ആകുമ്പോൾ 525. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ 10.25%. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് വാല്യൂസും കൂടെ വേണ്ടി വരും അല്ലേ? പോയിന്റ് വാല്യൂസും കൂടെ വേണ്ടി വരുന്ന കേസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫ്ലോട്ടിൽ സൈസ് ഡി. സൈസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇസ് സ്പെസിഫൈഡ് ഇൻ സൈസ്. എത്ര ഡിജിറ്റ്സ് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നു, അതിൽ ഇൻറ്റിജർ പാർട്ടും ഉണ്ടാവും, ഡെസിമൽ പാർട്ടും ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സൈസ് കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഡി എന്ന് പറയുന്നത് എന്താ, ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദി ഡി പാരാമീറ്റർ. നിങ്ങൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, അതാണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 135.35 ഓക്കെ 135.35 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ സൈസിനും ഡിക്കും കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 ആയിരിക്കും. എന്താ പറഞ്ഞാൽ 135ൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 5 ഡിജിറ്റ്സ്. ഇനി ഡി എന്തായിരിക്കും വാല്യൂ, 2 ആയിരിക്കും ഈ കേസിൽ. എന്താ പറഞ്ഞാൽ നമ്മൾ 25 ഇല്ലേ, 25 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ്, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഡിക്ക് വാല്യൂ കൊടുക്കുന്നത് 2 കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ആ 135.25 എന്ന് പറഞ്ഞ വാല്യൂ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ഫ്ലോട്ട് വാല്യൂ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൂടുതൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, സൈസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദാറ്റ് നമ്പർ. ഓക്കെ, ദെൻ ഡി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്. ദെൻ അടുത്തൊരു ഡാറ്റ ടൈപ്പാണ് ബൂൾ എന്ന് പറയുന്നത്. ബൂളിയൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ബൂൾ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ബൂൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് 2 വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുക. ബൂളിൽ നമുക്ക് 2 വാല്യൂസേ ഉണ്ടാവും, ഐദർ 0 ഓർ 1. ഓക്കെ, 0 എന്ന് പറയുന്നത് ഫോൾസ് എന്ന വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നോൺ 0 മീൻസ് 1 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ട്രൂ എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0ഉം 1ഉം യൂസ് ചെയ്യുന്നത്. ഇനി അഗെയിൻ ഡെസിമലും ഇതുപോലെ തന്നെ ഫ്ലോട്ട് എന്ന് പറയുന്ന അതേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെസിമലും യൂസ് ചെയ്യുന്നത്. അഗെയിൻ സൈസ് ഡി. ആൻഡ് എക്സാക്ട് ഫിക്സഡ് പോയിന്റ് നമ്പർ അല്ലേ, ഒരു എക്സാക്ട് ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസിമൽ യൂസ് ചെയ്യുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇസ് സ്പെസിഫൈഡ് ഇൻ സൈസ് ആൻഡ് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് is specified in the D parameter. The almost same as float size D.
ഇനി നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, റോൾ നമ്പർ ഇൻറ്റിജർ ഓഫ് 3. അപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു കോളം നമ്മളെ ടേബിളിലുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ഡിക്ലെയർ ചെയ്യണം? റോൾ നമ്പർ, അതായത് കോളം നെയിം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. സി ലാംഗ്വേജിൽ നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടും ഇല്ല. ഇവിടെ റോൾ നമ്പർ, ദെൻ ഇൻറ്റിജർ ഓഫ് 3, ദെൻ പ്രൈസ് ഫ്ലോട്ട് 6,2. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 6 ആയിരിക്കും. ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് യു ക്യാൻ ഹാവ് 2 ഡിജിറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ ടൈപ്പാണ് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ്. നമുക്കിപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സേവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും ഡേറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഈ MySQL നമുക്ക് ഡേറ്റ് along with time സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഡേറ്റ് തന്നെ കൊടുക്കുക. ആ ഡേറ്റ് സ്റ്റോർസ് ദി ഡേറ്റ ഇൻ ദി ഫോമാറ്റ് YYY. ആദ്യം ഇയർ, ദെൻ മന്ത്, പിന്നെ ഡേറ്റ്. ദെൻ ടൈം എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് സ്റ്റോർസ് ടൈം ഇൻ ദി ഫോമാറ്റ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഈ ഒരു രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഡേറ്റ് ടൈം, ഇത് ഡേറ്റും ടൈമും കൂടെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ടൈം. stores data in the time information, data and time information in format YY, year, month, date, then hours, minute and second. Then year എന്ന് പറയുന്നത് അത് ഇയർ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇയർ എന്ന് കൊടുത്താൽ മതി. അത് സ്റ്റോഴ്സ് ഇയർ ഇൻ 2 digit or 4 digit ഫോമാറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ 1998 ഇയർ ആണെങ്കിൽ 98 മാത്രം സ്റ്റോർ ചെയ്യാൻ നമുക്ക് 1998 എന്ന് പറഞ്ഞിട്ട് ഇയർ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു ഓൾ.